ഇന്ന് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രിയെ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി അനുഗമിച്ചിരുന്നു. അദ്ദേഹം അല്പം മുമ്പ് കണ്ണൂരിൽ എയർപോർട്ടിൽ വാർത്താ ലേഖകരുമായി സംസാരിച്ചു. ആ വാക്കുകളിലേക്ക്. ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതല്ല കണ്ടത്, ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നതെന്നാണ് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്യും, എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ആ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും. അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞു. ആകാശ നിരീക്ഷണം നടത്തി പിന്നീട് ജോലിവാങ്ങി നേരിട്ട് അദ്ദേഹം അതൊക്കെ കൂടുതൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ അല്ല, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണിന്ന് നടന്നത്. അതിൽ ഒരു സ്കൂൾ മാത്രം മാറി. ഡീപോൾ എന്നുള്ളത് സെൻറ്റ് ജോസഫ്സായി. കാരണം അവിടെയാണ് കൂടുതൽ ഇൻമെറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഒരു 10-20 പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റായിട്ട് മീറ്റ് ചെയ്തു. നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു, ഡോക്ടേഴ്സിനെ കണ്ടു, പിന്നെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ടീമിനെ കണ്ടു, ആയുർവേദിക് ടീമിനെ കണ്ടു. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു. പക്ഷേ കുറിപ്പിട്ട ആൾക്കാരുടെ അടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അല്ല, അത് അല്ലെങ്കിലും ഉണ്ടാവും. അത് ആവശ്യപ്പെട്ടു. അതെ, അത് വേണമല്ലോ. ഏതാ? അല്ല, എന്ത് തന്നെ ആയാലും ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ആഘാതം എത്രയെന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയും ആയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു. അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണ്ടല്ലോ. ഉടൻ തന്നെയൊന്നും പറഞ്ഞില്ലേ. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്ന് അതൊരു പ്രോസസ്സ്. അതാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു 10 ഐറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കായിട്ട് വരേണ്ടത് കൗൺസിലിംഗാണ്. അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള പ്ലേസ്മെൻറ്റ് അങ്കലാപ്പുകളുണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി. കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പ്രധാനമന്ത്രി വയനാട്ടിൽ അനുഗമിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം വാർത്താലേഖകരുമായി വിശദീകരിക്കുകയായിരുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. മാത്രമല്ല, പതിവിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാം വിശദമായി ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രം സജീവമായി പരിഗണിക്കുമെന്ന് കൂടി ഇന്ന് കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് ഇന്ന്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വലിയ പ്രതീക്ഷ നൽകിയാണ് ഇന്ന് പ്രധാനമന്ത്രി മടങ്ങിപ്പോയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച്. അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി ഇവിടുന്ന് മടങ്ങിയതിന് ശേഷം സുരേഷ് ഗോപി, കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പുറത്തിറങ്ങിയത്, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതിന് കൃത്യമായൊരു പ്ലാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു അന്തിമമായ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഇതുവരെയും വ്യക്തമല്ല. അതിനൊരു വ്യക്തത വേണം. ആ വ്യക്തത കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഇതിനൊരു കൃത്യമായ തുക അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാവുമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രി ഇന്ന് നേരത്തെ നിശ്ചയിച്ച സമയത്തിനധികം, അതായത് 2 മണിക്കൂറോളം സമയം അധികം
ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ അല്ലെങ്കിൽ ഈ ദുരിതബാധിത പ്രദേശങ്ങളിലൊക്കെ തന്നെ സന്ദർശിച്ചു. അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ, ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെയൊക്കെ അദ്ദേഹം നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. അതോടൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇരുവരും കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് പാറക്കലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി സാധ്യമായ എല്ലാ സഹായവും നൽകും എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പോയത്. എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ വയനാട് സന്ദർശനം വളരെ വികാരഭരിതമായ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചു. കടുത്ത നഷ്ടത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം നേരിട്ട് കണ്ടു. അവരുടെ വ്യഥയും ദുഃഖവും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇതുവരെ സാധ്യമായ സഹായങ്ങൾക്കപ്പുറം വയനാടിനെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് സൂചന നൽകിയിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിക്ക് മടങ്ങിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം കൽപ്പറ്റയിൽ നിന്ന് ചേരുകയാണ്. ദീപക്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് ഒരു സംഭവമായിരുന്നു എന്തായാലും. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇപ്പോൾ വയനാട് നെഞ്ചിൽ സൂക്ഷിക്കുന്നത്? SKN വലിയ പ്രതീക്ഷയിലാണ്. SKN പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം സാധാരണ പ്രധാനമന്ത്രിയുടെ പരിപാടി വൈകിക്കഴിഞ്ഞാൽ ഒടുവിലത്തെ പരിപാടികൾ, മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി 2 മണിക്കൂർ അധികമാണ് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ചത്. കാലത്ത് പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ MI-17 ഹെലികോപ്റ്ററിൽ ഈ ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തിയാണ് ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത്. കൽപ്പറ്റയിൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചീഫ് സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വിവരിച്ചു എന്നുള്ളതാണ് പിന്നീട് ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി അദ്ദേഹം നേരെ ദുരന്തമുഖത്തേക്കായിരുന്നു യാത്ര. ദുരന്തമുഖത്ത് അദ്ദേഹം അധിക സമയം ചെലവഴിച്ചു എന്നുള്ളത് തന്നെ അതിൽ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സുലച്ചു എന്നുള്ളത് ഉറപ്പാണ്. കാരണം നേരത്തെ ഈ വയനാട് നേരത്തെ തന്നെ ഹോട്ട്സ്പോട്ടായി സുരക്ഷാ കാര്യത്തിൽ ഉള്ളതുകൊണ്ട് ബേലി പാലത്തിൻ്റെ പാതിയോളം പോയി തിരിച്ചു വരാനായിരുന്നു SPGയുടെ തീരുമാനം. പക്ഷേ പ്രധാനമന്ത്രി ആ ചൂരൽമലയിലെ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കി അദ്ദേഹം നേരെ മുണ്ടക്കൈയിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനോട് ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ചോദിച്ചു എന്നുള്ളതാണ് പിന്നീട് MR അജിത് കുമാർ തന്നെ പങ്കുവച്ചത്. ഏതായാലും അത് കഴിഞ്ഞ് അദ്ദേഹം ഈ കേന്ദ്ര സേന അതുപോലെ തന്നെ സംസ്ഥാന സേനയിലെ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയവരെ അഭിവാദ്യം ചെയ്യുന്നു. പിന്നീട് സ്കൂൾ ജംഗ്ഷനിൽ, അതായത് ഒരു വിദ്യാലയം പാടെ ഇല്ലാതായി പോയ സ്ഥലം പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അവിടെ പോകുന്നു. അത് കഴിഞ്ഞ് ദുരന്ത ബാധിതരുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നു. അതും കഴിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലേക്കാണ് നീങ്ങിയത്. ആശുപത്രിയിൽ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ പേരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു, ആശ്വസിപ്പിക്കുന്നു. അതുകഴിഞ്ഞാണ് നേരെ കലക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ വന്നത്. അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് തന്നെ കേരൾ കാ സാത്ത് ഭാരത് സർക്കാർ എന്നാണ് പറഞ്ഞത്. കേരളത്തിനൊപ്പം കേന്ദ്ര സർക്കാരുണ്ട്, കേരള സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരുണ്ട് എന്നു പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അവിടെയുള്ള പ്രസംഗം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഹെലിപ്പാഡിൽ എത്തുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം കണ്ണൂർ വിമാനത്താവളത്തിൽ പോയി ഇറങ്ങുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല BJPയും ഈ കാര്യത്തിൽ വയനാടിന് കൂടുതൽ പരിരക്ഷ നൽകണമെന്നുള്ള നിലപാടിലാണ്. അല്പം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത്. സർക്കാർ വൃത്തങ്ങളിൽ എല്ലാവരോടും സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി നൽകുന്നത് എന്നാണ് പറയുന്നത് SKN. ഓക്കെ, നമുക്കപ്പം ദീപക് തരമണമാണ് ചേർന്നത്. ചില പ്രേക്ഷകർ പറയുന്നു പ്രധാനമന്ത്രിയുടെ കരളലിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ വയനാട്ടിലെ ദുരന്തം ആരും നേരിട്ട് കാണാൻ പോയാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെയാണ് 2 മണിക്കൂർ വൈകിയതിന് ശേഷവും അവസാനത്തെ പരിപാടിയൊന്നും ക്യാൻസൽ ചെയ്യാതെ വയനാട്ടിൽ തന്നെ തുടർന്നത്. മാത്രമല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുമ്പോഴും ഡൽഹിയിൽ എത്തിച്ചേരുമ്പോഴും തീർച്ചയായിട്ടും വയനാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. അപ്പം നമുക്ക് കാര്യമായ ഒരു സാമ്പത്തിക സഹായം ഡൽഹിയിൽ നിന്ന് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് ആ പ്രതീക്ഷയോടെ കാത്തിരിക്കാം.